പ്ലേസ്മെന്റ് ആടാ നിനക്ക്? ജോലിക്ക് പോകണം, എനിക്കിനി പഠിക്കാൻ വേണം. അത് നല്ലത്. അച്ഛാൻ ഈ നാട്ടിൽ ജോലി ചെയ്താലേ 3 നേരം ഭക്ഷണം കഴിക്കാന്നല്ലാതെ പഠിക്കാനൊന്നും പോകാൻ പറ്റിയൊന്നുമില്ല. പിന്നെ നീ ഏത് നാട്ടിൽ പോയി ജോലി ചെയ്യാൻ പോകും? UK. ഒരു കാര്യം പറയാനുണ്ട്, നീ സമാധാനത്തിൽ കേൾക്കണം. അച്ഛൻ മാക്സിമം നോക്കി, പൈസ സെറ്റ് ആവൂല. ഞാൻ മാത്രം നശിച്ചു പോട്ടല്ലേ? നശിച്ചു പോട്ട് ആർക്ക് എന്ത് ചെയ്തോ ഇവിടെ. നീ ഇങ്ങനെ വിഷമിക്കാതെ, ഞാൻ എന്തേലും വഴി ഉണ്ടോ നോക്കട്ടെ. എന്ത് വഴി? നടക്കൂല. ആ പൈസ തൊടാൻ ഞാൻ സമ്മതിക്കൂല. നിന്റെ കല്യാണത്തിന് മാറ്റി വെച്ചിരിക്കുന്ന പണം എടുത്ത് കൊടുത്തിട്ട് പിന്നെ കല്യാണത്തിന് എന്ത് ചെയ്യോടി? കല്യാണത്തിന് ഇനി 1 വർഷം ഉണ്ടല്ലോ. ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ 2 മാസത്തിൽ അവൻ കയറി പോകും. പൈസ അടയ്ക്കാൻ പോകുന്നു. അച്ഛൻ എന്റെ കല്യാണം നീട്ടി വെക്കാൻ പറ്റൂല. എന്റെ കല്യാണം ആവശ്യത്തിന് വെച്ചാൽ പൈസ എടുക്കാനും പറ്റൂല. നീ എന്തോ നീ പറഞ്ഞു, നീ എല്ലാം സമ്മതിച്ചു തന്നു. ആ, അന്ന് എനിക്ക് അങ്ങനെ തോന്നി, ഇപ്പൊ ഇങ്ങനെയും തോന്നി. നിന്റെ തോന്നൽ വെച്ച് കളിക്കാനുള്ള എന്റെ ജീവിതം. മനുഷ്യ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമ്പോ ഇടി അവൻ നിന്റെ അനിയനല്ലേ, അവൻ രക്ഷപ്പെട്ടാൽ നമ്മളെ രക്ഷപ്പെടൂലേ? ഇവ രക്ഷപ്പെടും, പക്ഷെ നിങ്ങൾ എന്റെ കല്യാണം നടത്താനേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടും. കാരണം ഇവൻ പോണത് പഠിക്കാനും ജോലി ചെയ്യാനുള്ള തൊരവുണ്ടൊന്നും അല്ല. പിന്നെ ഇപ്പൊ ഞാൻ വരണതേ നിന്റെ ചങ്ക് അഖിലിന്റെ വീട്ടിൽ നിന്നാണ്. അവ എല്ലാം പറഞ്ഞു. വീട് പണിക്കിടയിലേ അച്ഛനെ വെട്ടിച്ചുണ്ടാക്കിയ പൈസയാണ്. ഇവൻ ചെന്ന് അഭിലാഷേട്ടനെ കണ്ടിട്ടെ അച്ഛനെ വെട്ടിക്കാൻ കൂട്ടുന്ന ഷെയർ തരാന്ന് പറഞ്ഞേക്കുന്നു. കണ്ണിച്ചോരയില്ലാത്തവനെ, നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അവള് കല്യാണത്തിന് മാറ്റി വെച്ച പൈസ തരാന്ന് പറഞ്ഞത്. നിനക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടടാ. നീ എന്തോ മൃഗമാണ്.